എടിയേ, നാളെ അല്ലേ നമ്മുടെ ഇതിന്റെ കൊച്ചിന്റെ പിറന്നാള്? പോണ്ടേ നമുക്ക്? പിന്നെ പോണം. കുട്ടിക്കേമേ എന്ത് കൊടുക്കും? എടി, സ്വർണം കൊടുക്കാനൊന്നും കാശ് എന്റെ അടുത്തില്ല. സ്വർണത്തിന് എന്താ റേറ്റ്? ഈ കാര്യം ചെയ്യാം, ഒരു 1000 രൂപ കൊടുക്കാം. അതേ ഇപ്പൊ എന്നെ കൊണ്ട് നടക്കുള്ളൂ. 1000 രൂപ? അത്ര? എടി, നീ എന്ത് കൊടുക്കാന്നാ പറയുന്നത്? എന്താ നിന്റെ മനസ്സിൽ? ഇപ്പൊ ഒരു 100-200 രൂപയുടെ ഗിഫ്റ്റ് ഒരു അത്യാവശ്യം നല്ല വലിപ്പത്തിൽ പൊതിഞ്ഞു കൊടുത്താൽ ആർക്കും മനസ്സിലാവാമുള്ള. അപ്പൊ അത്യാവശ്യം വലിപ്പം തോന്നിക്കും, ആർക്കും ഒന്നും മനസ്സിലാവും. എടി, 100-200 എന്നൊക്കെ പറഞ്ഞത് വലിയ ഗ്രാൻഡ് പരിപാടിയല്ലേ? ഒരു മോശമാവില്ലേ അത്? അതിലിപ്പോ കുഴപ്പമൊന്നുമില്ല, അതാണിപ്പോ എല്ലാവരും ചെയ്യണ. ആ, അത് നൈസ് ഐഡിയാണ്. എന്നൊരു കാര്യം പറയട്ടെ, അത് നമുക്ക് ആ 100 കൊണ്ട് ലാഭിച്ച. അതെന്ത്? ഒരു കാര്യം ചെയ്യാം, നമുക്ക് പാച്ചിന്റെ പച്ചത്തവളനെ പൊതിഞ്ഞ് വലിയ പൊതിയിലാക്കി കൊടുക്കാം. എപ്പോഴും മീനുമോള് വരുമ്പോ പറയും ആ ചേട്ടന്റെ പച്ചത്തവള വേണം, പച്ചത്തവള വേണമെന്ന്. അപ്പൊ നമുക്ക് അതന്നെ എടുത്ത് പൊതിഞ്ഞു കൊടുക്കാം. എങ്ങനെ? ആ, അത് കൊള്ളാം. പിന്നെ നാളെ നമ്മ ഇപ്പൊ പോവാനാ പ്ലാൻ? ഇനി അത് മോശമില്ല. രാവിലെ ചെല്ല, ഞാൻ ഈ വേഷമൊക്കെ മാറിയിട്ട് സാധാരണ ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ 2 മേശയൊക്കെ പിടിച്ചിടും. നീ നേരെ അടുക്കളയ്ക്ക് പോയിക്കണം, നാത്തൂന് സഹായിക്കണം, 2 ചായ ഉണ്ടാക്കണം, എല്ലാവർക്കും കൊടുക്കണം. എവിടെയും ഞാനും നീ മാത്രം ഇരിക്കണം. കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടുത്തെ ആൾക്കാരും തോന്നണം. അപ്പൊ ആർക്കും തോന്നൂല രാവിലെ സഹായിക്കാൻ വന്നതെന്ന് വിചാരിക്കുള്ളൂ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ രാവിലത്തെ ഭക്ഷണം അവിടെ നിന്ന്, ഉച്ചക്കലത്തെ അവിടെ നിന്ന്, വൈകിട്ടും നീ അവിടെ നിന്ന് പാക്ക് ചെയ്ത് എടുക്കണം അവിടത്തേക്കുള്ളത്. നമ്മൾ എന്തായാലും ഇവിടെ ചെന്നിട്ട് പറയണം നല്ല ഫുഡായിരുന്നു, അടിപൊളിയാന്ന് പറഞ്ഞാൽ നാത്തും പറയും ഏട്ടത്തി കൊണ്ടുപോകുമെന്ന് പറയും.